ഹലോ ഗൈസ്, മലയാളി മീഡിയയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ ചങ്കുകൾക്കും സ്വാഗതം കേട്ടോ. ഗൈസ്, നമ്മളിതാ വീണ്ടും എത്തിയിരിക്കുന്നു കോഴിക്കോട് കാർ ആൻഡ് ബൈക്ക് ഷോറൂമിൽ. 2 വർഷം വാറണ്ടി, 1 വർഷം റോഡ് അസിസ്റ്റ് കേരളത്തിൽ മഹീന്ദ്ര കാർ ആൻഡ് ബൈക്ക് മാത്രം കൊടുക്കണുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം മലയാളി മീഡിയയിലെ പ്രേക്ഷകർക്ക് കിഡിലൊരു ഓഫറുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെ ഓഫറുകളാണ് കൊടുക്കുന്നത് നമുക്ക് മാനേജ്മെന്റിനോട് തന്നെ ചോദിക്കാം. അപ്പൊ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. നോക്കുകയാണെങ്കിൽ ഒരുപാട് ലോഡ് വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാർ ആൻഡ് ബൈക്കിൽ വരുമ്പോൾ ഒരു സമാധാനം, ഒരു സന്തോഷമാണ് ഇത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടാലോ. ഹുണ്ടായുടെ ഐട്ടം കാണുന്നുണ്ട്, പിന്നെ ഇതാ വീണ്ടും ഒരു ഐട്ടം നിയോസ്, പിന്നെ ടാറ്റന്റെ നെക്സോണ്, മാരുതി 800, പിന്നെ ജാസ്, ക്വിഡ്, പിന്നെ ചെറിയൊരു ആൾട്ടോ. ഇപ്പൊ ഈ ഭാഗത്തേക്ക് വന്നാലുണ്ടല്ലോ, അയ്യോ സോറി, ചളി ചവിട്ടാ അങ്ങോട്ട് പോരി. ഈ ഭാഗത്തേക്ക് വന്നാൽ ഒരുപാട് വാഹനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഐട്ടൺ ഉണ്ട്, നെക്സോൺ ഉണ്ട്, വാഗനാർ, ഇതാ പുതിയ വാഗനാർ ഇരിക്കുന്നുണ്ട്, വീണ്ടും ഐട്ടൺ, ഇതാ i20, ഇതാ ഐട്ടൺ, വിയോണ് തൊട്ട് ഒരുപാട് വാഹനങ്ങൾ ഉണ്ട്. ഇതാ ബാക്കിൽ ബലേന നടക്കുന്നുണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്, WRV ഉണ്ട്. എല്ലാ വണ്ടികളും നമ്മൾ ഈ വീഡിയോയിൽ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കും. പിന്നെ ഇതാ ഒരു കിളിക്കുഞ്ഞു പോലത്തെ ഒരു ഹോണ്ട സിറ്റി ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് മാത്രമൊന്നുമല്ല, അപ്പുറത്തെ വശത്തോട്ട് വരികയാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഇതാ ഈ സൈഡിലും കയറിയിട്ടുണ്ട് കേട്ടോ. പുതിയ കളക്ഷൻ ഭാഗത്തേക്ക് വന്നാൽ ഗൈസ്, ഇലക്ട്രിക്കിന്റെ ഒരു വണ്ടി നമുക്ക് ആദ്യം തന്നെ കാണാം. പിന്നെ നല്ലൊരു സെഡാൻ വണ്ടി ഉണ്ട്, പിന്നെ വെർണ ഉണ്ട്, പിന്നെ വീണ്ടും ഒരു നെക്സോൺ, ജാസ് തുടങ്ങിയ ഒരുപാട് വണ്ടികൾ ഈ സൈഡിലുണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടോളിട്ടോ, ഒരുപാട് സംഭവങ്ങളൊന്നും വരുന്നുണ്ട്. കാലിക്കറ്റ് കാർ ആൻഡ് ബൈക്കിലെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള മിസ്റ്റർ ഷഹദാണ് നമ്മുടെ കൂടെ. ഷഹദ് ബ്രോ, മലയാളി മീഡിയയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഓക്കെ, നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും. നമ്മുടെ ഷോറൂമിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് കണ്ണൂർ റോഡില് നമ്മുടെ പുതിയ പാസ്പോർട്ട് ഓഫീസിന്റെ തൊട്ടടുത്തായിട്ട് അത്താണിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പൊ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. എനിക്ക് വേറെ ഒന്നും അറിയണ്ട, നമ്മുടെ മലയാളി മീഡിയയിലെ പ്രേക്ഷകർക്ക് 2 വർഷം വാറണ്ടി, 1 വർഷം റോഡ് അസിസ്റ്റ് അല്ലാതെ വേറെ എന്താണ് ഓഫർ ആയിട്ട് കൊടുക്കാൻ പറ്റുക? നമുക്ക് ഓഫർ ആയിട്ട് കൊടുക്കുക എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു എക്സ്ചേഞ്ച് ബോണസ് കൊടുക്കാം. എക്സ്ചേഞ്ച് ബോണസോ? ഒരു 15,000 രൂപ വരെയുള്ള ഒരു എക്സ്ചേഞ്ച് ബോണസ് നമുക്ക് കൊടുക്കാം. അപ്പൊ ഒരു കസ്റ്റമർ വന്നിട്ട് വണ്ടി എക്സ്ചേഞ്ച് അടിച്ചാല് ഒരു 15,000 രൂപ വരെ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് കൊടുക്കാൻ പറ്റും. അത് മാത്രം പോരല്ല, നമുക്ക് വേറെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? നമുക്ക് കൊടുക്കാലോ. നമുക്കൊരു കാര്യം ചെയ്യാം, മലയാളി മീഡിയയുടെ പ്രേക്ഷകർക്ക്, അതായത് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത ഒരു സ്ക്രീൻഷോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്യുന്ന ഫിനാൻസിൽ നിന്ന് ഒരു 50% നമുക്കൊരു പ്രോസസിംഗ് ഫീ നമുക്ക് ഒഴിവാക്കി കൊടുക്കാം. അതായത് ഇപ്പൊ ഒരു 10,000 രൂപയാണെന്നുണ്ടെങ്കിൽ അവരോട് നമുക്കൊരു 5,000 രൂപ മേടിക്കാം. അപ്പൊ അത് വലിയൊരു ഓഫറാണ്. അപ്പൊ ആരും മിസ് ചെയ്യരുത്. ഇനി വല്ലതും ഉണ്ടാവോ? കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഒരു ഓഫറും കൂടി കൊടുക്കാം. ഒരു ഓഫർ അല്ല, 2 ഓഫർ കൊടുക്കാം. അതായത് നമുക്ക് ഇവിടുന്ന് വണ്ടി എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു 6,000 രൂപ വില വരുന്ന ഒരു സൗണ്ട് ബാർ കൊടുക്കാം. സൗണ്ട് ബാർ ഫ്രീ ആയിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിട്ടില്ല. സൗണ്ട് ബാർ മാത്രമല്ല, നമുക്കൊരു 10,000 രൂപയുടെ ഒരു പോളിഷും അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം. പോളിഷ് ഫ്രീ. അപ്പൊ വണ്ടി അല്ല കുട്ടപ്പനാക്കിട്ട് നമുക്ക് ഡെലിവറി എടുക്കാം. ജോറായി. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം വേസ്റ്റ് ചെയ്യാൻ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് കിയ കാരൻസ് ഫുൾ ഓപ്ഷൻ പരിചയപ്പെടാം അല്ലെ? ഡീറ്റെയിൽ അതിന് വരുന്നത്. ഇത് 2023 വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക്. അപ്പൊ എത്ര മൈലേജ് കിട്ടും? ഇത് അറൌണ്ട് എനിക്ക് ഓട്ടോമാറ്റിക് ഡീസൽ ഒക്കെ അറൌണ്ട് ഒരു 19 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടും. 19 ഓപ്ഷൻ ഏതായിരുന്നു വരുന്നത്? ഇത് ലക്ഷറി പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, കിലോമീറ്റർ വരുന്നത് 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓക്കെ, സർവീസ് ഒക്കെ അവൈലബിൾ അല്ലേ? ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഇതിന്റെ പുതിയ വണ്ടിക്ക് ഇപ്പൊ ഓൺ ദ റോഡ് 23,85,000 രൂപ വരുന്നുണ്ട്. പുതിയ വരുന്നുണ്ട്. ഇത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. നമ്മൾ എത്രയാണ് ഇതിനിപ്പോ നമ്മൾ ചോദിക്കുന്നത് 19,70,75,000 രൂപ. 19,70,75,000 രൂപ. എക്സ്ട്രാ ഒരുപാട് ഫിറ്റിംഗ്സ് കയറ്റിയിട്ടുണ്ട് അല്ലേ? അതെ. ക്രോമും കാര്യങ്ങളൊക്കെ മാക്സിമം ലോൺ ചെയ്യാൻ സാധിക്കുമോ? നമുക്കൊരു 90% ഒക്കെ നമുക്ക് ലോൺ ചെയ്യാം. ഇന്ത്യൻ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള വാഹനമാണ്. പിന്നെ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ മാക്സിമം ഇത് വേണ്ടവര് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. അടുത്തതായിട്ട് നല്ലൊരു അടിപൊളി ഫാൻസി നമ്പറോട് കൂടി വരുന്ന സിയാസ് പരിചയപ്പെടാം അല്ലെ? ഓക്കെ, ഇതിന് മോഡലും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? ഇത് 2018 മോഡലാണ്. 18 മോഡല്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. ആൽഫയാണ് വേരിയന്റ് വരുന്നത്. ആൽഫാണ് വരുന്നത്. അതെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി 2018 മോഡൽ. അപ്പൊ ആൽഫ ആകുമ്പോ 4 അലോയ് വീല് വരും. അതെ, ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്നുണ്ടോ? ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളും, പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, ഫോഗ് ലാമ്പും വരുന്നുണ്ട്. പിന്നെ കീലെസ് എൻട്രി വരുന്നുണ്ട്. ഇന്ത്യൻ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് AC, എയർ ബാഗ് തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന മാരുതിയുടെ ഒരു പ്രീമിയം സെഗ്മെന്റിൽ പെടുന്ന വാഹനമാണ്. കിലോമീറ്റർ ഓടിക്കുന്നത് 78,000 കിലോമീറ്റർ ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്.
സർവീസ് ഒക്കെ പക്കയല്ലേ? ആ സർവീസ് ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? എത്രയാണ് ആസ്കിംഗ് പ്രൈസ് വണ്ടിക്ക്? ഇത് വരുന്നത് 7,70,000 രൂപ. 7,70,000 അല്ലേ? ലോൺ ചെയ്തൂടെ? ഓ ലോൺ ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ചെറിയൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ വണ്ടി തുക ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്കൊരു പ്രീമിയം വാഹനം സ്വന്തമാക്കാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നല്ലൊരു അട്രാക്റ്റീവ് കളറോട് കൂടി വരുന്ന സ്വിഫ്റ്റ് ഡിസയർ പരിചയപ്പെടാം. ഒരുപാട് സ്കേർട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഫുൾ ഓപ്ഷൻ ആണോ? ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാ. ZXi ആണോ? ZXi ഓട്ടോമാറ്റിക് വരുന്നത്. ഓട്ടോമാറ്റിക് ആണല്ലേ? അതെ. മൈലേജ് എത്ര കിട്ടും? ഓട്ടോമാറ്റിക്കിൽ നമുക്ക് മൈലേജ് ഒരു 17 ഒക്കെ കിട്ടും. 17 ആ റേഞ്ച് മൈലേജ് കിട്ടും. ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ഒക്കെ കമ്പനി വരുന്നുണ്ട്. ടയർ ഒരു ആവറേജ് ടയറും ഉണ്ട് കേട്ടോ. ഇതിപ്പോ വന്ന കണ്ടീഷൻ ഒന്ന് കഴുകണല്ലേ? അതെ, വണ്ടി ഒന്ന് നീറ്റ് ആക്കാനുണ്ട്. ഒന്നാമത് റോഡ് സൈഡ് അതിനെ കൊണ്ട് ചെറിയ രീതിയിൽ പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. ഓക്കെ. കീലെസ് എൻട്രി വരുന്നുണ്ട്, സ്റ്റീരിയോ വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റാർട്ട്, ഓട്ടോമാറ്റിക് AC, എയർ ബാഗ് തുടങ്ങിയ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. എത്രയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? ഇതിന് പ്രൈസ് വരുന്നത് 6,42,000 രൂപ നമ്മൾ ചോദിക്കുന്നത്. അതില് ലോൺ ചെയ്യാൻ പറ്റുമോ? ഓ ചെയ്യാൻ പറ്റും. ഒരു ഓട്ടോമാറ്റിക് കാർ സ്വന്തമാക്കാം. ഒരു 18 ആ റേഞ്ച് മൈലേജ് കിട്ടും നമുക്ക് ഓട്ടോമാറ്റിക്കിൽ ഒരു നമുക്കൊരു 16-17 ആ റേഞ്ച് പ്രതീക്ഷിക്കാം. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് 67,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. അത് കറക്റ്റ് കമ്പനി സർവീസ് അല്ലേ? അടുത്തായിട്ട് നല്ലൊരു ആൾട്രോസ് പരിചയപ്പെടാം. നല്ലൊരു ഗോൾഡൻ കളർ വണ്ടിയില്ലേ? അതെ, 2021 ലോ കിലോമീറ്റർ വണ്ടിയാണ്. ലോ കിലോമീറ്റർ. അതെ, സിംഗിൾ ഓണർഷിപ്പ് 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഇത് ഡുവൽ ടോൺ വരുന്ന കളറാണ്? അതെ, ഡുവൽ ടോൺ വരുന്ന വണ്ടിയാണ്. ഓപ്ഷൻ ഏതായിരുന്നു? ഇത് XZ+ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. XZ+ അല്ലേ? അതെ. ഓക്കെ. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും? മേജർ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന്റെ അതായത് ലെഫ്റ്റ് സൈഡിൽ ഒരു ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് കമ്പനിന്റെ ഹിസ്റ്ററി ഇല്ലേ? കമ്പനി ഹിസ്റ്ററിയിലുണ്ട്. വേറെ മേജർ ആയിട്ടുള്ള തട്ടും കാര്യങ്ങളൊന്നും. എത്ര മൈലേജ് കിട്ടും വാഹനത്തിന്? അൾട്രോസ് ഒക്കെ നമുക്കൊരു 16 ഒക്കെ ഷുവർ ആയിട്ട് നമുക്ക് കിട്ടില്ലേ? പിന്നെ ഇത് അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. കാണാനും അത്യാവശ്യം ഒരു സ്പോർട്ടി ലുക്ക് തരുന്ന ഒരു വാഹനമാണ്. അത്യാവശ്യം ഒരു ടാറ്റയിൽ അത്യാവശ്യം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് വണ്ടി. ഓക്കെ. ഡയമണ്ട് കട്ട് അലോയ് വീൽസ്, ടയർ ഒരു ആവറേജും വരുന്നുണ്ട്. ഇന്റീരിയർ ആണെങ്കിലും ഫീച്ചേഴ്സിനൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. എത്രയാണ് ഇതിന് ആസ്കിംഗ് പ്രൈസ്? ഇതിന്റെ പ്രൈസ് വരുന്നത് 7,65,000 രൂപ നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ. 7,65,000 മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഇതില് 2 ഇയർ നമ്മുടെ വാറണ്ടിയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. 1 ഇയർ റോഡ് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിന്റെ ഓഫറും നമുക്ക് കൊടുക്കാം. ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് 2013 പറഞ്ഞ നമുക്ക് പരിചയപ്പെടാം. അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വണ്ടി അല്ലേ? അതെ. ഓക്കെ. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. നല്ല നീറ്റ് വണ്ടിയാ. ഒരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നീറ്റ് വണ്ടി. ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ പക്കയാണ്. ലൈനിങ്ങും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഓക്കെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വാഹനം നോക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാണ്. പെട്രോൾ ആയതുകൊണ്ട് മൈലേജ് എത്ര കിട്ടും? നമുക്ക് ഒന്നാമത് ഈ വെർണ എന്ന് പറയുന്ന ഒരു പെർഫോമൻസ് കാറാണ്. പ്രീമിയം വാഹനമാണ്. അതെ. നമുക്ക് അറൌണ്ട് നമുക്കൊരു 15ന്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമുക്ക് സിറ്റി ഡ്രൈവിൽ നമുക്ക് കിട്ടും. ഒരു 15 റേഞ്ച് സിറ്റി ഡ്രൈവിൽ നമുക്ക് കിട്ടും. നമ്മൾ പിന്നെ ഓവർ അങ്ങോട്ട് മൈലേജിനെ കുറിച്ച് അങ്ങോട്ട് പറയാതെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കൂടുതൽ പറഞ്ഞിട്ട് പിന്നെ എക്സ്പെക്ട് ചെയ്യുന്ന നമ്മളിപ്പോ കുറച്ച് പറഞ്ഞിട്ട് കൂടുതൽ കിട്ടുകയാണെങ്കിൽ കസ്റ്റമർ. ഇന്റീരിയർ സൈഡിലോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത ഇന്റീരിയർ ആണ്. ഇതൊരു ബെൻസിലൊക്കെ പോകുന്ന ഒരു ഫീൽ നമുക്ക് സഞ്ചരിക്കാം അല്ലേ? ഓക്കെ. യാത്രാ കംഫർട്ട്, ഡ്രൈവിംഗ് കംഫർട്ട് ഒക്കെ ഉള്ള നല്ല അടിപൊളി വാഹനമാണ്. എത്രയാണ് ഇതിന് എക്സ്പെക്ട് ചെയ്യണത്? നമ്മള് 3,90 ആണ് ചോദിക്കുന്നത്. 3,90 കൊടുക്കാം. ഓക്കെ. ലോൺ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം ലോണും ചെയ്യാലേ? ഓക്കെ. ചെറിയ തുക ഡൗൺ പേയ്മെന്റ് അടക്കാണെങ്കിൽ ഇറക്കി കൂടെ? തീർച്ചയായിട്ടും. ഓക്കെ. അടുത്തായിട്ട് നല്ലൊരു XUV പരിചയപ്പെടാം. നല്ല പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് ഒക്കെ കൂടിയ വണ്ടി കേട്ടോ. മോഡലും കാര്യങ്ങളൊക്കെ ഇത് 2017 വണ്ടിയാണ്. 17. അതെ. സിംഗിൾ ഓണർഷിപ്പ് 74,000 കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടി. 74,000 കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടി. ആവറേജ് മൈലേജ് കിട്ടൂല്ലേ? ഡീസൽ വണ്ടി ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടൂല്ലേ? ടയർ ഒരു ആവറേജ് ടയറും വരുന്നുണ്ട്. വണ്ടിക്ക് എന്തെങ്കിലും റീപ്ലേസ്മെന്റ് മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. റിവേഴ്സ് ക്യാമറ ഒക്കെ കൊടുക്കുന്ന വണ്ടിയാണ്. ഓക്കെ. റിവേഴ്സ് ക്യാമറ സെൻസർ വെക്കാണ് സത്യം പറഞ്ഞ വാറണ്ടി വേണ്ടത്. 2 കൊല്ലം കൊടുക്കണേ, ചുരുങ്ങിയ ഒന്നല്ല. ഇതൊക്കെ വഴിക്ക് ആയി കഴിഞ്ഞാൽ പോക്കറ്റ് കയറും. എന്തെങ്കിലും സമാധാനത്തോടെ 2 വർഷം ഓടിച്ചടക്കാലോ. ഇന്റീരിയർ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഇന്റീരിയർ തന്നെയാണ് വരുന്നത്. സിംഗിൾ ഓണറെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിനും ചെയ്തിട്ടുണ്ട്. എത്ര ഇതിന് ആസ്കിംഗ് പ്രൈസ്? നമ്മൾ ചോദിക്കുന്നത് 9,50,000 രൂപയാണ്. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. ഏകദേശം എത്ര കയറും? നമുക്കിതൊരു 90% വരെ ലോൺ ചെയ്യാൻ പറ്റും. 90% വരെ ലോൺ ചെയ്യും. 2 വർഷം വാറണ്ടി, 1 വർഷം റോഡ് അസിസ്റ്റും ലഭിക്കും. അഫോർഡബിൾ റേറ്റ് ആണ്. 2017 ആണ്. നല്ല തരക്കേടില്ലാത്ത വാഹനമാണ്. 2017 അതിന്റെ ഒരു ക്വാളിറ്റി എന്തായാലും കാണാനുണ്ട്. അപ്പൊ അടുത്തായിട്ട് നല്ലൊരു നെക്സോൺ പരിചയപ്പെടാം. മോഡലും കാര്യങ്ങളും വരുന്നത് ഇത് 2022 വണ്ടിയാണ്. 22. ഇത് 2022 സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ വണ്ടിയാണ്.
ഡീസൽ അല്ലേ? എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ വരുന്നത് 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസൽ ഓട്ടോമാറ്റിക് ആണോ? അതെ, ഡീസൽ ഓട്ടോമാറ്റിക് 28,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓടിയിട്ടുണ്ട്. ടയറും 4 ഡയമണ്ട് കട്ട് അലോയ് വീലാ വരുന്നത്. റിയർ വൈപ്പർ, ഡീഫോഗർ, റിവേഴ്സ് ക്യാമറ തൊട്ട് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. ഓക്കെ, ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. കീലെസ് എൻട്രി വരുന്നുണ്ട്. പിന്നെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വണ്ടി? ഇല്ല, മേജർ ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നല്ല തരക്കേടില്ലാത്ത ഹൈ ക്വാളിറ്റി ഇന്റീരിയർ തന്നെയാണ് കേട്ടോ. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് AC തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. ഒരുപാട് ഡ്രൈവിംഗ് മോഡ് വരുന്നുണ്ട്, സൺ റൂഫും വരുന്നുണ്ട്. ഇതിന് നമ്മൾ എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? ഇതിന് പ്രൈസ് വരുന്നത് 11,45,000 രൂപ. ഇതിന് ലോൺ കിട്ടുമോ? ലോൺ കിട്ടും. ഇപ്പൊ പുതിയ തിരക്കാണ് ഏകദേശം എത്ര വരുന്നത്? എനിക്ക് തോന്നുന്നു ഇത് ഇറങ്ങിയ സമയത്ത് ഒരു 16 ലക്ഷം രൂപയുടെ അടുത്ത് ഓട്ടോമാറ്റിക് ഡീസലിന് വില വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു അഫോർഡബിൾ ആയ റേറ്റ് ആണ്. നല്ല അത്യാവശ്യം തിരക്കില്ലാത്തൊരു വാഹനമാണ്. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് പുതിയ മോഡൽ വാഗനാർ പരിചയപ്പെടാം. മോഡൽ എത്ര വരുന്നത്? ഇത് 2019 വണ്ടിയാ. 19. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ന്യൂ ഷേപ്പ് വണ്ടി. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ വരുന്നത് കുറച്ച് ഓടിയിട്ടുണ്ട്. 99,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോ റേറ്റും കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവില്ല നമുക്ക്? തീർച്ചയായിട്ടും. നമ്മൾ അതിന് റേറ്റ് ചോദിക്കുന്നത് 4,40,000 രൂപയാണ്. 4,40,000? അതെ. പുതിയതിന് ഏകദേശം ഒരു 8 ലക്ഷം രൂപയുടെ എടുത്തു വരുന്നുണ്ട് അല്ലേ? VXI ആണ് വണ്ടി വരുന്നത്. പകുതി വിലയോളം നമുക്ക് ഡ്രോപ്പ് ആയി. അതെ. ഓക്കെ. അത്യാവശ്യം തിരക്കേടില്ലാത്ത വാഹനമാണ്. ഇന്റീരിയറും അത്യാവശ്യം തിരക്കേടില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. CC 1000 അല്ലല്ല, ഇത് വരുന്നത് 1200 CC ആണ്. 200 CC ഉണ്ട് അല്ലേ? അതെ, 1200. അപ്പൊ അത്യാവശ്യം പെർഫോമൻസ് ഉണ്ടാവും, മൈലേജും ഉണ്ടാവും. ഓക്കെ. എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? 4,40,000. അതിൽ ലോൺ ചെയ്യാൻ പറ്റുമോ നമുക്ക്? ലോൺ ചെയ്യാലോ. ഇതിന് വാറണ്ടി കിട്ടുമോ? 2 ഇയർ നമ്മളെ വാറണ്ടി കൊടുക്കുന്നു. വാറണ്ടി കൊടുക്കാം. അപ്പൊ ഒരു പുത്തൻ വണ്ടി ഇറക്കണ ആ ഒരു ഫീൽ ഇറക്കാം. അത്യാവശ്യം നല്ല ഗ്യാപ്പുള്ള റേറ്റും ആണ് കേട്ടോ. ഓക്കെ. അടുത്തായിട്ട് നമുക്ക് WRV പരിചയപ്പെടാം. ഇത് പുതിയ മോഡലാ തോന്നുന്നുണ്ട് അല്ലേ? അതെ, പുതിയ മോഡലാ. 2021 മോഡലായിരുന്നു. 21. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ്. 43,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓക്കെ. ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ വണ്ടി. സൺറൂഫ് കാര്യങ്ങള്, അലോയ് വീല് കാര്യങ്ങളൊക്കെ വരും. പെട്രോൾ ഡീസലാ? പെട്രോളില്. അപ്പൊ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ നമുക്ക് WRV ഒക്കെ ഒരു 17 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ട്. എക്സ്പെക്ട് ചെയ്യാല്ലേ? തീർച്ചയായും. ഡയമണ്ട് കട്ട് അലോയ് വീല് വരുന്നുണ്ട്. ബാക്കിൽ നല്ല ടെയിൽ ലാമ്പ്, ഡീഫോഗർ, റിയർ വൈപ്പർ, റിവേഴ്സ് ക്യാമറ, സെൻസർ ഒക്കെ വരുന്നുണ്ട് അല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? VX എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അഡീഷണലി അത്യാവശ്യം ഫിറ്റിംഗ്സ് കയറിയിട്ടുണ്ട്. പിന്നെ ഇന്റീരിയർ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ തിരക്കേടില്ലാത്ത സീറ്റ് കവർ, ഹാൻഡ് റെസ്റ്റ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന, എയർ ബാഗ് തൊട്ട് എല്ലാ ഫിറ്റിംഗ്സ് വരുന്ന വാഹനമാണ്. സൺറൂഫും വരുന്നുണ്ട് അല്ലേ? അതെ, സൺറൂഫും വരുന്നുണ്ട്. ഓക്കെ. എത്രയാണ് ഇതിന് ആസ്കിംഗ് പ്രൈസ്? നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 9 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 9 ലക്ഷം രൂപയാണ്. 2021 മോഡലാണ്. പുതിയതിന് അത്യാവശ്യം 10 ലക്ഷത്തിന് മുകളിൽ എന്തായാലും എത്ര പ്രൈസ് വരുന്നുണ്ട്? ഒരു 14 ലക്ഷം രൂപന്റെ അടുത്ത് വരുന്നുണ്ട്. അത്ര റേഞ്ച് വരുന്നുണ്ട് അല്ലേ? ഓക്കെ. 9 ലക്ഷം രൂപ. 9 ലക്ഷം ചോദിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നെഗോഷ്യബിൾ ആയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കും വേണം. ലോൺ കിട്ടൂലേ? കിട്ടൂലേ? ഇതിന് 2 വർഷം വാറണ്ടി കിട്ടൂലേ? ധൈര്യമായിട്ട് കൊണ്ടുപോയി. നല്ലൊരു മിനി SUV ഒഴിഞ്ഞു മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. അതും ഓട്ടോമാറ്റിക് വാഹനമാണ്. ഡീറ്റെയിൽ എങ്ങനെ വരുന്നത്? ഇത് 2020 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വെറും 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 20,000? അതെ. കറക്റ്റ് സർവീസ് അല്ലേ? അതെ, പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിയാണ്. റീപ്ലേസ് ഉണ്ടോ? അത്യാവശ്യം തിരക്കേടില്ലാത്ത വണ്ടിയാണ്. ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല അല്ലേ? ഓക്കെ. പുറകശത്തോട്ട് വരികയാണെങ്കിലും തിരക്കേടില്ലാത്ത രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് എക്സ്ട്രാ ബീഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ സ്റ്റീരിയോ, നല്ല അടിപൊളി സീറ്റ് കവർ, പവർ വിൻഡോ സ്വിച്ചസ് ഒക്കെ ഇതിന്റെ മിഡിലാണ് വരുന്നത്. VXI പ്ലസ് ഓപ്ഷൻ ആണ് അല്ലേ? സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരു മിനി SUV ആണ് കേട്ടോ. അതെ, ലേഡീസിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓടിച്ചു പോകാൻ പറ്റിയ ഒരു ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇത് എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? നമ്മള് 4,70,000 ആണ് ചോദിക്കുന്നത്. വെറും 4,70,000. അത് വെറും 20,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർ വണ്ടിക്കാണ് കേട്ടോ. മൈലേജ് എത്ര കിട്ടും? ഓട്ടോമാറ്റിക് ആകുമ്പോൾ നമുക്ക് ഒരു 17 ഒക്കെ എന്തായാലും കിട്ടും. 17 റേഞ്ചിൽ മൈലേജും കിട്ടും കേട്ടോ. താല്പര്യമുള്ളവർ എത്രയും അധികം ഷോറൂമിൽ കണ്ടുവരാത്തൊരു വാഹനമാണ് ഗ്ലാൻസ. നല്ല അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫുൾ ഓപ്ഷൻ വാഹനം അല്ലേ? അതെ, 2020 മോഡല്. 20 മോഡല്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 82,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. പെട്രോള്? അതെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർ. ഓക്കെ. ഓട്ടോമാറ്റിക് ആണ് കേട്ടോ വണ്ടി വരുന്നത്. ഓട്ടോമാറ്റിക് V ഓപ്ഷൻ. അതെ. ഓക്കെ. റിയർ വൈപ്പർ, സെൻസർ, ക്യാമറ ഒക്കെ വരുന്നുണ്ട്. ഡയമണ്ട് കട്ട് അലോയ്, ടയർ ഒരു 80-90% ടയറും ഉണ്ട്. ഇന്റീരിയർ സൈഡിലോട്ട് വരികയാണെങ്കിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, എയർ ബാഗ്, സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് AC, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ വരുന്ന തിരക്കേടില്ലാത്തൊരു വാഹനമാണ്. ഹാൻഡ് റെസ്റ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മള്? പ്രൈസ് വരുന്നത് 7,80,000 രൂപയാണ്. 7,80,000. ലോൺ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. എത്ര കയറും?
ലോണൊക്കെ നമുക്കൊരു ഞാൻ പറഞ്ഞ മാതിരി നമുക്കൊരു 50,000 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. സുഖാര്യം എന്താ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഓഫറുകളൊന്നും ആരും നഷ്ടപ്പെടുത്തരുത്. അപ്പൊ താഴെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു കിടുക്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുമായിരിക്കും. ഗുഡ് ബൈ.